നിങ്ങൾ ഒരു സ്റ്റെപ്പ് മാറി വെക്കാൻ തയ്യാറായില്ല, നിങ്ങൾ മാറി ചിന്തിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളെ കാര്യം അധോഗതിയാണ്. ഇതിൽ നിങ്ങളോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ എത്ര പേരുടെ ഭർത്താവ് ഒരു ഗ്ലാസ് വെള്ളം ദേഷ്യം ഇല്ലാതെ നിങ്ങൾക്ക് എടുത്തു തരാറുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് വയ്യാതെ കിടക്കുമ്പോൾ നിങ്ങളോട് വന്നിരുന്ന് സമാധാനമായി നിങ്ങളെ താലോലിക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾക്ക് വയ്യാതിരിക്കുമ്പോൾ ചുട്ടിയെടുത്ത്, അതായത് ലീവ് എടുത്ത് നിങ്ങളെ പരിപാലിക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്? നിങ്ങൾക്ക് നാളെ നിങ്ങൾ പ്രസവിച്ച് ഒരു ദിവസം നിങ്ങൾ പ്രസവിച്ച് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഇടാൻ അടിവസ്ത്രം സ്വന്തമായി ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥ സ്ത്രീകൾക്ക് വരാറുണ്ട്. അന്നേരം ഈ അടിവസ്ത്രം ഇട്ട് തരുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്? ഈ കുട്ടി ഇത് എന്തുദ്ദേശിച്ചാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ കുട്ടിയുടെ ഹസ്ബൻഡിന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു ബന്ധമാണ് കുഞ്ഞാറ്റ എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്തുദ്ദേശിച്ചാണെന്നും മനസ്സിലാകുന്നില്ല. കുറച്ചു പേർക്കെങ്കിലും അറിയാം, ഞാനൊരു ഡിപ്രസീവ് മോഡിലൊക്കെ പോയതാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ജീവിതം തിരിച്ചു പിടിച്ച ഒരാളാണ്. അപ്പോൾ അന്ന് ആ ഡിപ്രഷനിലൊക്കെ ഇരുന്നപ്പോൾ കുഞ്ഞാറ്റയുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കും, എന്തൊരു ഹാർഡ് വർക്കറാണ് കുഞ്ഞാറ്റ, ഇതുപോലുള്ള ഒരു മൈൻഡ് സെറ്റൊക്കെ എനിക്കും കിട്ടിയിരുന്നെങ്കിലെന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പോൾ ആ ഹാർഡ് വർക്കിന് നമ്മൾ കുഞ്ഞാറ്റയെ പ്രശംസിച്ചേ പറ്റത്തുള്ളൂ. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗറായ നമ്മുടെ കുഞ്ഞാറ്റയെ പറ്റി സംസാരിക്കാനാണ്. ഞാൻ ഈ കുട്ടിയുടെ വീഡിയോസ് കാണുന്നത് എന്തുകൊണ്ടാണ് അതിൽ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ, ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് കരഞ്ഞുകൊണ്ട് വരുമല്ലോ, അപ്പോൾ ഇത് ഫീഡിൽ കാണിക്കും. അങ്ങനെയാണ് ഞാൻ ഈ കുട്ടിയെ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത്. ഈ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ പലപ്പോഴും വിചാരിച്ചിരുന്നു കുഞ്ഞാറ്റയെ പറ്റി ഒരു വീഡിയോ ചെയ്യണം. കാരണം കേരളത്തിലെ സ്ത്രീകൾ മാതൃകയാക്കേണ്ട ഒരു കുട്ടിയാണ് കുഞ്ഞാറ്റ. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നി അത് എന്തുകൊണ്ട് നല്ലതായി ആ ഒരു വീഡിയോ ചെയ്യാതിരുന്നത്. കാരണം ഇപ്പോൾ കുഞ്ഞാറ്റ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞാറ്റയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത്. അതിന്റെ ദുഃഖത്തിലാണ് കുഞ്ഞാറ്റ. ആ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നുണ്ട്. നല്ല വിഷമമുണ്ട്. കുഞ്ഞാറ്റയുടെ കൂടെ തന്നെ നമ്മളൊക്കെ ഉണ്ട്. ഈ ഒരു സംഭവം വന്ന് കുഞ്ഞാറ്റ വിവരിച്ചപ്പോൾ കുഞ്ഞാറ്റ അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. തന്റെ ഇച്ഛായനല്ല ഇതിനൊക്കെ കാരണം. അപ്പോൾ ആ കാര്യം എന്താണെന്ന് ഞാൻ പറയാം. കുഞ്ഞാറ്റ രണ്ടാമത് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പോൾ ആ കുട്ടിയെ നഷ്ടമായിരിക്കുവാണ്. കുറെ പേര് കുഞ്ഞാറ്റയെ കുറ്റപ്പെടുത്തി. കാരണം കുഞ്ഞാറ്റ റെസ്റ്റ് ഒന്നും എടുക്കുന്നില്ല. അത് മാത്രമല്ല ഹസ്ബൻഡ് സഹായിച്ചൊന്നും കൊടുക്കുന്നില്ല. കുഞ്ഞാറ്റയുടെ ഹസ്ബൻഡ് വിഷമിപ്പിച്ചതൊക്കെ കൊണ്ടാണ് കുഞ്ഞിനെ നഷ്ടമായത് എന്നൊക്കെ പറഞ്ഞ് ആളുകൾ കമന്റ് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പൊ അതൊക്കെ കുഞ്ഞാറ്റയ്ക്ക് വളരെ വിഷമം വന്നു. അപ്പോൾ ഇതിന് കൗണ്ടർ ചെയ്തുകൊണ്ടാണ് കുഞ്ഞാറ്റ സംസാരിച്ചത്. അതായത് എൻ്റെ ഇച്ഛായൻ ഇങ്ങനെയൊക്കെയാണ്, അദ്ദേഹം പറഞ്ഞാൽ ജോലി ചെയ്തു തരും, എന്നെ സഹായിക്കാറുണ്ട്, പക്ഷെ എനിക്കിഷ്ടം സ്വന്തമായി ജോലി ചെയ്യുന്നതാണ് എന്നാണ് കുഞ്ഞാറ്റ അതിൽ വന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഇത് ഇങ്ങനെയൊന്നും വിട്ടാൽ ശരിയാവത്തില്ല. കാരണം നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് കിട്ടുന്ന ഏറ്റവും ഒരു ബാഡ് മെസ്സേജാണ് ഇപ്പോൾ കുഞ്ഞാറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു 4 മാസം മുമ്പ് കുഞ്ഞാറ്റയുടെ വീഡിയോ ഞാൻ കാണാനിടയായി. ഇത് കണക്ക് കുഞ്ഞാറ്റ വിഷമിച്ച് ഒരു തമ്പനയിലുമായിട്ടൊക്കെ ഒരു വീഡിയോ വന്നായിരുന്നു. അങ്ങനെയാണ് ഞാൻ അത് കാണാനിടയായത്. ആ സമയത്ത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോയ സമയമാണ്. ആ സമയത്ത് ഞാൻ വീഡിയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കണ്ട് വിഷമം തോന്നിയിട്ട് ഞാൻ കുഞ്ഞാറ്റയ്ക്ക് ഒരു മെസ്സേജ് അയച്ചു. അത് എന്തുകൊണ്ടാണ് എനിക്ക് വിഷമം തോന്നിയതെന്ന് നിങ്ങൾക്കറിയാമോ? കുഞ്ഞാറ്റ ജീവിതത്തിൽ റെസ്റ്റേ എടുക്കുന്നില്ല. ഈ കുട്ടി ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. കുഞ്ഞാറ്റയുടെ വ്ലോഗിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് കുഞ്ഞാറ്റയെ സപ്പോർട്ട് ചെയ്യാൻ ആരും തന്നെ ഇല്ല. കുഞ്ഞാറ്റ കഷ്ടപ്പെട്ടാണ് കുഞ്ഞാറ്റയുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് എവിഡന്റ് ആണ് അതില്. അപ്പോൾ എനിക്ക് തോന്നി ഈ കുട്ടിയെ ഒന്ന് ഉപദേശിക്കുന്നത് നല്ലതാണ്. കാരണം ഇതിന്റെ ഹെൽത്ത് ഒട്ടും തന്നെ കെയർ ചെയ്യുന്നില്ല. അങ്ങനെ ഞാൻ കുഞ്ഞാറ്റയ്ക്ക് അയച്ച ഒരു മെസ്സേജ് ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു തരാം. നിങ്ങളുടെ ഹാർഡ് വർക്ക് പ്രശംസനീയമാണ്. CTVS ICUവിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ. ഈ CTVS ICU എന്ന് പറയുമ്പോൾ കാർഡിയോ തൊറാസിക് വാസ്കുലാർ സർജറി ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നാണ്. അതായത് നമ്മുടെ ഹാർട്ടുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു ICU ആണ് കേട്ടോ. അതായത് ബൈപ്പാസ് സർജറി ഒക്കെ ചെയ്യത്തില്ലേ, വാൽവ് റീപ്ലേസ്മെന്റ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ICU. അപ്പോൾ ഞാൻ അവിടെ 2 years ഞാൻ CTVS ICUവിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ICU സ്റ്റാഫ് തന്നെയാണ്. ടെൻഷനും ഓവർ വർക്ക് ലോഡും കാരണം താങ്കൾ ഒരു രോഗിയായി മാറരുതെന്നുണ്ട്. ശരീരത്തിന് റെസ്റ്റ് കൊടുക്കണം, അത്യാവശ്യമാണ്. താങ്കൾ ഒരു നേഴ്സാണ്, എന്തുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല? കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നതിന്റെ മെയിൻ കാരണം സ്ട്രെസ്സും അത് സംബന്ധമായി വരുന്ന അസുഖങ്ങളും മൂലമാണ്. അത് താങ്കൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒത്തിരി യങ്സ്റ്റേഴ്സ് കാർഡിയാക് അറസ്റ്റ് മൂലം മരണപ്പെടുന്നുണ്ട്. കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് കേട്ടോ. NHSൽ വർക്ക് ചെയ്യുന്ന എത്രയോ നഴ്സുമാരാണ് മരണപ്പെടുന്നതെന്ന് താങ്കൾക്ക് അറിയാമോ? സുഹൃത്തുക്കളെ, ഒത്തിരി നഴ്സുമാരാണ് മരിച്ചു വീഴുന്നത്. സാധാരണക്കാർ മരിച്ചു വീഴുന്നുണ്ട്. കുഴഞ്ഞു വീണാണ് മരിക്കുന്നത്. ചെറുപ്പക്കാരാണ് അതിൽ കൂടുതലും. അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറയാറുണ്ട് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിന്റെ പ്രശ്നമാണെന്നുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കുഞ്ഞാറ്റയ്ക്ക് പറഞ്ഞു കൊടുത്തത്. നമ്മൾ പണത്തിനും അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യത്തിന് പിറകെ ഓടി നടക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കാൻ നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്, നമ്മൾ സ്ത്രീകൾ. കാരണം നമ്മളുടെ തലയിലെടുത്ത് അതൊക്കെ ആയിപ്പോയി. താങ്കൾ ഒത്തിരി ക്ഷീണിച്ചത് ആയിട്ട് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ടാണ് പറഞ്ഞു തന്നത്. കുഞ്ഞാറ്റ ശരീരം കൂടി നന്നായിട്ട് നോക്കണം, ആരോഗ്യമുള്ള ഫുഡ് കഴിക്കണം, ഗീവ് റെസ്റ്റ്
your body, check for vitamin deficiencies, health is wealth, some decisions should be taken as soon as possible before it's too late dear, best wishes. ഇതാണ് ഞാൻ കുഞ്ഞാറ്റയ്ക്ക് അയച്ച മെസ്സേജ്. അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെ ഞാൻ ഏതോ ഒരു ഇതേപോലെ നമുക്ക് ഫീഡിൽ കാണിച്ചപ്പോൾ ഞാൻ കാണുന്നത് കുഞ്ഞാറ്റ പ്രഗ്നന്റ് ആയി എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ഒരാളെ പ്രഗ്നന്റ് ആകുമ്പോൾ നമുക്ക് സന്തോഷമാണ് തോന്നുന്നത്. സന്തോഷം ഉണ്ടെന്ന് ഞാൻ കള്ളം പറയേണ്ടി വരും. കുഞ്ഞാറ്റ പ്രഗ്നന്റ് ആയതിനല്ല. കാരണം കുഞ്ഞാറ്റ ഇനി അതും കൂടി കൂടെ കൊണ്ടുപോകണമല്ലോ, ഇത്രയും വർക്ക്ലോഡും അതിന്റെ കൂടെ ഈ പ്രഗ്നൻസി കൂടെ. അപ്പോൾ കുഞ്ഞാറ്റയുടെ കാര്യം ആലോചിച്ചിട്ടാണ് ഭയങ്കരമായി വിഷമം തോന്നിയതാണ്. അതിനുശേഷം ഞാൻ അപ്പോൾ അന്നേരം ചിന്തിച്ചു, ഈ കുട്ടി എങ്ങനെ ഇതെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്നത് ഇതിന് ഒട്ടും തന്നെ ശരീരസുഖമൊന്നുമില്ല, ഫുഡൊന്നും കഴിക്കാതെ വീട്ടിൽ കിടക്കുന്നു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു, ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കിടക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളാണ് കണ്ടത്. പിന്നെ ഞാൻ അതിലോട്ട് പോയിട്ടേ ഇല്ല. ഈ കുട്ടിയുടെ കാര്യമൊന്നും പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ഇതൊന്നും കണ്ടുകൊണ്ട് നിൽക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെയാണ്. ഇതിന്റെ ഹാർഡ് വർക്ക് ഒക്കെ ഓവറാണ്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ കാണാനായിട്ട് ഇഷ്ടമല്ലായിരുന്നു. കുഞ്ഞാറ്റയുടെ വീഡിയോയിൽ എവിഡന്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞാറ്റയുടെ ഹസ്ബൻഡ് ഒട്ടും തന്നെ സപ്പോർട്ടീവ് അല്ല എന്നുള്ളതാണ്. പക്ഷേ കുഞ്ഞാറ്റ വന്ന് വീഡിയോസിൽ പറയുന്നത് ഹസ്ബൻഡ് സപ്പോർട്ടീവാണ്, എന്റെ ചേട്ടൻ പറഞ്ഞു തരുമ്പോൾ ജോലി ചെയ്യും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതിലും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ചെയ്തൊക്കെ തരും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എനിക്ക് തനിയെ ജോലി ചെയ്യുന്നതാണ് ഇഷ്ടം, എൻ്റെ ഇച്ഛായന് ഈ ഒരു പ്രഗ്നൻസി അബോർട്ടായി പോകുന്നതിൽ ഒരു രീതിയിലുള്ള കൈയും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഭാര്യയുടേതായ കടമയാണ് കുഞ്ഞാറ്റ അവിടെ വന്നിരുന്ന് പറഞ്ഞത്. പക്ഷെ പ്രിയ സുഹൃത്തുക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ, അവരുടെ ബ്ലോഗിൽ നിന്ന് നമുക്ക് എവിഡന്റ് ആവുന്നതെന്ന് പറയുന്നത് ഒട്ടും സപ്പോർട്ട് ചെയ്യാത്ത ഒരു ഹസ്ബൻഡിനെയാണ് നമുക്ക് എവിഡന്റ് ആവുന്നത്. കാരണം നമ്മളെല്ലാവരും ബോധവും ബുദ്ധിയുമുള്ള സ്ത്രീകൾ തന്നെയാണ്. എസ്പെഷ്യലി സ്ത്രീകൾക്ക് കുഞ്ഞാറ്റ കടന്നു പോകുന്ന രീതികൾ കാണുമ്പോൾ നന്നായിട്ട് മനസ്സിലാകും കുഞ്ഞാറ്റ എന്തുമാത്രം സഫർ ചെയ്യുന്നുണ്ടെന്ന്. ഈ കുറച്ച് ദിവസം മുമ്പ്, അതായത് ഈ അബോർഷനൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ ഈ കുഞ്ഞാറ്റ കുറെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ വീട്ടിലെ പണികളൊക്കെ വിഷമിച്ച് അല്ലെങ്കിൽ അവർക്ക് പറ്റാതെ തന്നെ ചെയ്യുമ്പോൾ ഇതിന്റെ അടിയിൽ വന്ന വേറൊരു കമന്റ് ഉണ്ട്. അതായത് നിങ്ങൾ നിങ്ങളെ ഹസ്ബൻഡിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹം അനങ്ങാതിരിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ഒത്തിരി അങ്ങ് സ്പൂൺ ഫീഡ് ചെയ്യരുത് എന്നും പറഞ്ഞ ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു മെസ്സേജിന് തന്നെ വന്നിരിക്കുന്ന ലൈക്ക് എന്ന് പറയുന്നത് 400 ലൈക്കാണ്. എനിക്ക് ഇങ്ങനെ പറഞ്ഞവരുടെ അടുത്ത് പറയാനുള്ളത്, പ്രിയ സുഹൃത്തുക്കളെ, ഈ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിലുള്ള ആണുങ്ങളെ നിന്ന് നിങ്ങൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കാൻ പോകരുത്. കാരണം അവരെയെല്ലാം സ്പൂൺ ഫീഡ് ചെയ്താണ് വളർത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവ് ഹെൽപ്പ് ചെയ്ത് തരണം, അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരമെങ്കിലും ഉണ്ടാക്കി തരണം എന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല സായിപ്പന്മാരെയും വിവാഹം കഴിക്കേണ്ടി വരും. കാരണം എന്ന് പറയുന്നത്, സായിപ്പന്മാരാവുമ്പോൾ രാവിലെ വൈഫിനെയൊന്നും വിളിച്ച്, ഉറങ്ങിക്കിടക്കുന്ന വൈഫിനെയൊന്നും വിളിച്ച് ഉണർത്താതെ രാവിലെ ഒരു കാപ്പിയിട്ട് ബ്രെഡും ബട്ടറും കൂടെ തേച്ച് വെച്ചിട്ട് അവര് പോകും. പക്ഷേ നമ്മുടെ ആണുങ്ങളെന്ന് പറയുന്ന അങ്ങനെയില്ല. രാവിലെ അവർക്ക് ജോലിക്ക് പോകണമെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന നമ്മളെ വിളിച്ചുണർത്തി നമ്മളെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ആഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇവരെ കഴിപ്പിച്ചിട്ട് ഇവരെ വിടണം. അങ്ങനെ ഒരു സംസ്കാരത്തിലാണ് നമ്മളുടെ ഇന്ത്യയിലുള്ള ആണുങ്ങൾ വളർന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അവരൊരിക്കലും ചിന്തിക്കാൻ പോകുന്നില്ല, പാപം അവൾ കിടന്ന് ഉറങ്ങട്ടെ, ഉറങ്ങുന്ന ഒരാളെ വിളിച്ച് ഉണർത്തുന്നത് വൃത്തികെട്ട ഒരു ഏർപ്പാടാണ് എന്ന് പോലും ചിന്തിക്കാനുള്ള മൂള നമ്മുടെ നാട്ടിലുള്ള ആണുങ്ങൾക്കൊന്നുമില്ല. എല്ലാ ആണുങ്ങളെയും ഞാൻ ആക്ഷേപിക്കുന്നില്ല, പക്ഷേ ഏകദേശം ഒരു 90% അങ്ങനെ തന്നെയാണ്. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമുക്കിപ്പോൾ മലയാളികളെ കെട്ടാൻ പറ്റത്തുള്ളൂ, വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ വിദേശികളെയൊക്കെ കെട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുഞ്ഞാറ്റ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്, കുഞ്ഞാറ്റ ഇവിടെ ഒരു ചേഞ്ചിന് വേണ്ടി ഒട്ടും തന്നെ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ശ്രമിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത ഭർത്താക്കന്മാരാണ്. പിന്നെ വലുതാവുമ്പോൾ അവരുടെ അമ്മയൊക്കെ ആയി തുടങ്ങുമ്പോൾ പതുക്കെ പിടിച്ച് ഒരു പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കും. പിന്നെ ഈ പെണ്ണാണ് അടുത്തത് സ്പൂൺ ഫീഡ് ചെയ്യാൻ ഈ ഹസ്ബൻഡിനെ പോകുന്നത്. മരണം വരെ ഈ പെണ്ണിന്റെ തലയിലാണ് ഈ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്റെ കാര്യം തന്നെ പറയാം. എന്റെ ഹസ്ബൻഡും ഇങ്ങനെ തന്നെ സ്പൂൺ ഫീഡ് ചെയ്ത് ജീവിതത്തിൽ വളർന്ന ഒരു മനുഷ്യനാണ്. ഞാൻ കേരളത്തിൽ നിന്നാണല്ലോ കല്യാണം കഴിച്ചത്. പക്ഷേ ഞങ്ങൾ സ്നേഹിച്ചാണ് കിട്ടിയത്, കുറെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് കിട്ടിയത്. പക്ഷേ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ പല കാര്യങ്ങളും എനിക്ക് എന്റെ ഹസ്ബൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എന്റെ ഭാഗത്തുനിന്ന് ഒരിത്തിരി പിഴകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കുഞ്ഞാറ്റയും ഞാനും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം. കുഞ്ഞാറ്റ എന്ന് പറയുന്നത് ആ ഹസ്ബൻഡിനെ ചേഞ്ച് ചെയ്യാനേ പോകുന്നില്ല. അതായത് എന്റെ ഹസ്ബൻഡ് ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചോളാം. എന്നാൽ ഞാൻ ഇവിടെ ചെയ്തതെന്ന് പറയുന്നത് എന്റെ ഹസ്ബൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കി. അതുപോലെ തന്നെ എന്റെ ഹസ്ബൻഡിന് പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് എന്റെ സ്വഭാവത്തിൽ, അത് പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങൾ തിരുത്താൻ തയ്യാറായ ആൾക്കാരാണ്, തിരുത്തി മുന്നോട്ട് ജീവിക്കുന്ന ആൾക്കാരുമാണ്. ഇവിടെ കുഞ്ഞാറ്റ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് തന്റെ ഭർത്താവ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകളൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു ബാഡ് മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാതിരുന്നത്. ഇങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. കുഞ്ഞാറ്റ ചെയ്യേണ്ടത് കുഞ്ഞാറ്റയുടെ ഹസ്ബൻഡിനെ മാറ്റാൻ ശ്രമിക്കണം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഭർത്താവിന് സ്നേഹം കാണിക്കാൻ അറിയത്തില്ലെന്ന് നമ്മൾ ആരെങ്കിലും പറയുമ്പോൾ അവർ പറയും, ഓ അതാ പണ്ട് മുതലേ അവൻ അങ്ങനെ സ്നേഹമൊന്നും കാണിക്കാൻ അറിയത്തില്ലെന്ന് പറയും.
പക്ഷേ ഈ ഭർത്താവിന് തന്നെ വിശക്കുന്ന സമയമാകുമ്പോൾ വിശക്കാറുണ്ട്, വന്ന് ഫുഡ് കഴിക്കാറുണ്ട്, നല്ല ദേഷ്യം കാണിക്കാനും അറിയാം. അപ്പോൾ ഇത്രയും ഫീലിങ്സ് അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് ഇവന് സ്നേഹം കാണിക്കാൻ അറിയാത്തത് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പോൾ ഇതൊക്കെ മനഃപൂർവ്വം പല കാര്യങ്ങളും കണ്ടില്ലെന്ന് നടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളോടാണ് എന്റെ ചോദ്യം. എത്ര സ്ത്രീകൾക്ക് ഉറപ്പുണ്ട് നിങ്ങൾ കിടന്നു പോയാൽ നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങളെ നോക്കുമെന്ന്? എത്ര സ്ത്രീകൾക്ക് ഉറപ്പുണ്ട്? നിങ്ങൾക്കൊരു വയ്യായിക വന്നാൽ നിങ്ങൾക്ക് ഇവർ കൂടിപ്പോയാൽ ചെയ്തു തരുന്ന ഒരു ദിവസം വെളിയിൽ നിന്ന് നിങ്ങൾക്ക് ആഹാരം വാങ്ങിത്തരും, രണ്ടാമത്തെ ദിവസം നമ്മൾ എഴുന്നേറ്റ് തന്നെ ഫുഡ് ഉണ്ടാക്കേണ്ട അവസ്ഥയാണ്. അല്ലെങ്കിൽ ഇവർ മൂന്ത കാണിച്ചു തുടങ്ങും. അപ്പോൾ അങ്ങനെയാണോ വേണ്ടത്? അല്ല, നമ്മുടെ ഭർത്താവ് നമുക്ക് എത്ര ദിവസം വയ്യ അത്രയും ദിവസം നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. ഒരു കഞ്ഞിയെങ്കിലും നമുക്ക് വെച്ച് തരാനുള്ള മനസ്സ് അവർക്ക് വേണം. അങ്ങനെയല്ലേ വേണ്ടത്? നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങളെ ഭർത്താവ് ഉടൻ ചെയ്യുന്നത് എന്താണ്? അടുത്ത ഒരു വ്യക്തിയെ വിവാഹം കഴിച്ചുകൊണ്ട് വരും, കുഞ്ഞിനെ നോക്കാനെന്നുള്ള രീതി. സത്യം പറഞ്ഞാൽ അതാണോ വേണ്ടത്? അവനെയും കൂടെ ടേക്ക് കെയർ ചെയ്യാനാണ് അവൻ വേറൊരുത്തിയെ കെട്ടിക്കൊണ്ട് വരുന്നത്. നിങ്ങൾക്ക് അതാണോ വേണ്ടത്? നിങ്ങൾക്ക് അതല്ല വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കണം, കുറച്ചെങ്കിലും. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നാളെ ഈ കുട്ടിയെ, നിങ്ങൾക്ക് ഉറപ്പൊന്നുമില്ലല്ലോ, നിങ്ങളാണോ നാളെ മരിക്കാൻ പോകുന്നത് ആദ്യം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആണോ ആദ്യം തീരാൻ പോകുന്നതെന്നും നമുക്ക് ആർക്കും ഉറപ്പില്ല. അപ്പോൾ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഒരുത്തിയുടെയും സഹായമില്ലാതെ നിങ്ങളെ മക്കളെ നോക്കാൻ നിങ്ങളുടെ ഭർത്താവിന് പറ്റണം. ആ രീതിയിൽ നിങ്ങൾ ട്രെയിൻ ചെയ്തുകൊണ്ട് വരണം. അങ്ങനെയല്ലേ വേണ്ടത്? നിങ്ങളൊക്കെ എന്തുകൊണ്ടാണ് അതൊന്നും ചിന്തിക്കാത്തത്? ഈ കുഞ്ഞാറ്റയോടും എനിക്ക് ചോദിക്കാനുള്ളത് ഇത് തന്നെയാണ്. എത്ര നാളെ കുഞ്ഞാറ്റ ഇങ്ങനെ ഹസ്ബൻഡിനെ സ്പൂൺ ഫീഡ് ചെയ്യും? കുഞ്ഞാറ്റയുടെ ജീവിതത്തിൽ കയറി ഇടപെടുന്നെന്ന് ചിന്തിക്കരുത്. കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ബ്ലോഗുകൾ ആയതുകൊണ്ടാണ് നമുക്ക് സാധാരണക്കാർക്ക് ഇങ്ങനെയുള്ള മെസ്സേജാണ് അതിന് കിട്ടുന്നത്. അപ്പോൾ കുഞ്ഞാറ്റ എത്ര നാളാണ് അങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്യാനായിട്ട് നോക്കുന്നത്? പ്രിയ സുഹൃത്തുക്കളെ, ദൈവം നമുക്ക് പല രീതിയിൽ റെഡ് ഫ്ലാഗുകൾ കാണിച്ചു തരും. നമ്മളെ ഇടം നമുക്ക് ഓക്കെ ആണോ അല്ലയോ എന്നൊക്കെയുള്ള റെഡ് ഫ്ലാഗുകൾ. അത് തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അടുത്ത സ്റ്റെപ്പ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. ചിലപ്പോൾ നമ്മൾ ഒരു ബെഡ്രിഡനായി ചിലപ്പോൾ കിടക്കും, എന്തെങ്കിലും ഒരു ആക്സിഡന്റോ എന്തെങ്കിലും വന്ന്. അപ്പോൾ ഇവരെ തനി നിറം നമ്മൾ അറിയും. കാരണം ഇവർക്ക് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ അറിയില്ലല്ലോ. അല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് നമ്മൾ ഇതെല്ലാം സഹിച്ച് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് ഡിപ്രഷനിലോട്ട് പോകും. നമ്മളൊരു മാനസിക രോഗിയാകും. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമോ എത്രയോ സ്ത്രീകൾ ആരും അറിയാതെ ആന്റി ഡിപ്രസന്റ് ഡ്രഗ് വാങ്ങി കഴിക്കുന്നുണ്ടെന്ന്? അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും അവരാരുടെ പറയില്ല. ഇതേപോലെ പൂഴ്ത്തി വെച്ച് ഞാൻ നല്ല ജീവിതമാണ് ജീവിക്കുന്നതെന്നാണ് സമൂഹത്തിനെ കാണിക്കുന്നത്. എന്നിട്ട് നാളെ ഒരു ദിവസം നമ്മളൊക്കെ എന്താണ് വിചാരിക്കുന്നത്? ഓ, എന്തൊരു കപ്പിൾസായി ഇവര്, എന്തൊരു ഐക്യമാ, ഓ ഇങ്ങനെ വേണം കപ്പിൾസ് ആയാലെന്ന്. നമ്മൾ പിറ്റേ ദിവസം കേൾക്കുന്നത് ഇതിലെ ഭാര്യ കയറി തൂങ്ങി മരിക്കുന്നതായിരിക്കും. നമ്മളെ തന്നെ വാ പൊളിക്കും ഇവരുടെ ഇടയിൽ എന്തായിരുന്നു പ്രശ്നം എന്നുള്ളത്. അതായത് സ്വന്തം വിഷമം പോലും ആരുടെ പറയാതെ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ട് നാളെ ഒരു സമയത്ത് സഹിക്കാൻ വയ്യാതെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ ഇവർ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കും, സൂയിസൈഡ് പോലത്തെ. അല്ലെങ്കിൽ ഇവരെ പോലും അറിയാതെ ഇവരൊരു മാനസിക രോഗിയാവും. അല്ലെങ്കിൽ ഇവർ ഇതെല്ലാം കൂടെ സഹിച്ച് ഇവർ നാളെ മുകളിലോട്ട് അങ്ങ് പോകും, പല കൊഴിഞ്ഞു വീണു ഒന്നും മരിക്കും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഞാനിത് സ്ത്രീകളെടുത്താണ് പറയുന്നത്. നിങ്ങളെ മക്കള് നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങളെ കെട്ടിവൻ നിങ്ങളെ നാളെ ഒരു സമയത്ത് നിങ്ങൾക്കൊരു വില തരണം, നിങ്ങളെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ സ്വന്തമായി അവന്റെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കുകയാണ് വേണ്ടത്. നിങ്ങളെ മക്കൾ നാളെ അനാഥരാകണ്ട എന്നുണ്ടെങ്കിൽ അവനെ ഒരു സ്ത്രീ എന്തൊക്കെ ചെയ്യാറുണ്ടോ അതെല്ലാം അവനെയും ചെയ്യിപ്പിച്ച് പഠിപ്പിക്കണം. അല്ലാതെ നിങ്ങളുടെ കണ്ണടയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണടഞ്ഞ ഉടനെ പോയി വേറൊരുത്തിനെ കെട്ടിക്കൊണ്ട് വരികയല്ല വേണ്ടത് മക്കളെ നോക്കാനെന്ന് പറഞ്ഞു. ഈ ഒരു കാര്യത്തിൽ കുഞ്ഞാറ്റയെ കണ്ട് ആരും പഠിക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, 100% ഇങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ കിട്ടാൻ, അല്ലെങ്കിൽ കുഞ്ഞാറ്റയെ പോലെ ഒരു സ്ത്രീയെ കിട്ടാനുണ്ടല്ലോ, ഭാഗ്യം ചെയ്യണം ആണുങ്ങൾ. അത്ര നല്ല കുട്ടിയാണ് അവള്. കുഞ്ഞാറ്റയുടെ ഹസ്ബൻഡിനെ ഇങ്ങനെ ഒരു സ്ത്രീനെ കിട്ടാൻ അവൻ പൂവിട്ട് പൂജിച്ചാൽ പോലും കിട്ടത്തില്ല. അത്ര നല്ലൊരു പെങ്കൊച്ചിനെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ കുഞ്ഞാറ്റയുടെ കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ്. കാരണം കിട്ടേണ്ട ഒരാളെയല്ല കിട്ടിയിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഞാനിത് പറയുമ്പോൾ നമുക്ക് പലവർക്കും വിഷമം തോന്നും. നാളെ കുഞ്ഞാറ്റ ഇതൊക്കെ കാണുവാണെങ്കിൽ കുഞ്ഞാറ്റയ്ക്കും വിഷമം വരും. പക്ഷേ ഞാൻ ഉള്ള കാര്യമാണ് പ്രിയ സുഹൃത്തുക്കളെ പറഞ്ഞത്. നിങ്ങൾ സ്ത്രീകൾ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു സ്ത്രീകളെ പട്ടിയെ പോലെ കാണുന്നതിനെ പറ്റി. ആ വീഡിയോയിൽ കുറെ പേര് അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ ഭർത്താവിന്റെ അടുത്ത് 1 രൂപ ചോദിക്കുമ്പോൾ അവർ ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചേച്ചി പറഞ്ഞതൊക്കെ ശരിയാണ് എന്നും പറഞ്ഞാണ് വന്ന് പറയുന്നത്. എന്നിട്ട് അവർ അത് അക്സെപ്റ്റ് ചെയ്തെങ്കിൽ ജീവിക്കുവാണ് മുന്നോട്ട്. നിങ്ങൾ ഇപ്പോൾ ഒരു കംഫർട്ട് സോണിലാണ് നിൽക്കുന്നത്. അതായത് ഇങ്ങനെയൊക്കെയാണ് എന്റെ ജീവിതം എന്നുള്ള ഒരു അക്സെപ്റ്റൻസിലാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, നിങ്ങൾക്ക് ഒരു ജീവിതമേ ഉള്ളൂ. നമ്മൾ നാളെ കാണുമോ എന്ന് പോലും നമുക്കറിയില്ല. ആ ഒരു സുന്ദരമായ ജീവിതം ഇങ്ങനെ ഒരാൾക്ക് അടിമപ്പണി ചെയ്ത് തീർക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് നിങ്ങളുടെ അതാണ് ചോദിക്കാനുള്ളത്. നിങ്ങളെ ലൈഫിൽ എന്തെങ്കിലും ഒരു സന്തോഷിക്കാൻ വേണ്ടേ? അപ്പോൾ പതുക്കെ നിങ്ങളെ ലൈഫിൽ നിങ്ങൾ ചേഞ്ചസ് കൊണ്ടുവരൂ. താനെ ജീവിതം നല്ല അടിപൊളിയാകും. അല്ലെങ്കിൽ ഇതേപോലെ നരകിച്ച് 1 മാസത്തിൽ ഒരിക്കൽ വരുന്ന സന്തോഷിച്ച് നിങ്ങൾ നരകിച്ച് നിങ്ങളുടെ ജീവിതകാലം മൊത്തം കൊണ്ട് തീർക്കേണ്ടി വരും. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ നവ്യ നായർ പറഞ്ഞ വാക്കുകൾ ഞാൻ ഇവിടെ പറയും. എന്റെ മോനെ ഞാൻ കെട്ടിച്ചു കൊടുക്കുന്നത് അവനൊരു കൂട്ടിന് വേണ്ടിയാണ്, അല്ലാതെ അവന്റെ പണികൾ ചെയ്തു കൊടുക്കാനല്ല, അല്ലെങ്കിൽ അവന് അടിമപ്പണി ചെയ്യാൻ വേണ്ടിയല്ല ഞാൻ എന്റെ മകനെ കെട്ടിച്ചു കൊടുക്കുന്നത് ഒരു സ്ത്രീക്ക്. അവളെ ജീവിതം മൊത്തം കൊണ്ട് ഒരുത്തനെ കെയർ ചെയ്യാനായിട്ട് കളയാൻ പറ്റില്ല.
നവ്യ നായർ പറഞ്ഞതാണ്. അതല്ലേ പ്രിയ സുഹൃത്തുക്കളെ സത്യം. നമ്മുടെ സാന്ദ്ര തോമസ് പറയുന്ന പ്രൊഡ്യൂസർ, അവർ പറയുന്നത് എന്താണ്? അവരുടെ മക്കളോട് കല്യാണം കഴിക്കരുതെന്നാണ് അവർ പറഞ്ഞു. കുട്ടികളെ അങ്ങ് ഉണ്ടാക്കി തരും. ഉണ്ടാക്കാൻ എന്താണ് പ്രയാസം? ഒരു സ്ത്രീക്ക് ഒരു കുട്ടിയെ കൊടുക്കുന്നു, എന്നിട്ട് പിന്നെ ആ കുട്ടിയെ ചുമക്കുന്നതും പ്രസവിക്കുന്നതും വളർത്തുന്നതും എല്ലാം സ്ത്രീയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സ്വന്തം കുട്ടിയുടെ അപ്പി പോലും കഴുകാൻ പറ്റാത്ത കെട്ടിയോന്മാരാണ് ഇന്നും കേരളത്തിൽ ഭൂരിഭാഗവും ഉള്ളത്. സ്വന്തം കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റാത്ത ആണുങ്ങളാണെങ്കിൽ എന്തിനാണ് നമ്മൾ കെട്ടുന്നത്? നമ്മുടെ മക്കളെങ്കിലും സന്തോഷത്തോടു കൂടി ജീവിച്ചോട്ടെ എന്നാണ് ഞാനും ചിന്തിക്കുന്നത്. ഞാനും സാന്ദ്ര തോമസിനെ പോലെയാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്റെ മോളെ ഞാനായിട്ടൊന്നും കെട്ടിച്ചു വിടത്തില്ല. അവൾക്ക് നാളെ ഒരു പാർട്ണറെ വേണമെങ്കിൽ അവൾക്ക് പോകാം. അവൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. മാർഷ്യൽ ആർട്സ് ഞാൻ അവളെ പഠിപ്പിക്കും. അത് മാത്രമല്ല, അവൾക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ നല്ല ഒരു ജോലിയും അവൾക്ക് വേണ്ടി അവൾക്ക് കഴിയാനുള്ളത് ഉണ്ടാക്കി കൊടുക്കും. അത് തന്നെയാണ് നമ്മളെ രണ്ടുപേരെയും തീരുമാനം, എന്റെ മാത്രമല്ല എന്റെ ചേട്ടന്റെ. കാരണം നമ്മളെ മക്കളെ കെട്ടിക്കൊടിച്ചു കൊടുത്താൽ നാളെ അവർ ജീവനോടെ കാണുമോ എന്ന് പോലും അറിയാൻ വരാം. കേരളത്തിലെ ആണുങ്ങൾക്ക് ഇപ്പോൾ പെണ്ണുങ്ങളെ കിട്ടാൻ ഇല്ല. കാരണം സ്ത്രീകളൊക്കെ പഠിച്ചു പോയി. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി. എന്തിനാണ് കല്യാണം കഴിച്ചിട്ട് ഒരുത്തന് വേണ്ടി പോയി സെർവന്റിന്റെ പണി എടുക്കുന്നത്? ഇതിൽ ഏറ്റവും തമാശ എന്ന് പറയുന്നത് ആണുങ്ങളുടെ അമ്മമാര് കരച്ചിലാണ്. എന്താണ്? ഒരു പെണ്ണിനെ കിട്ടുമ്പോൾ ഇവൻ മണപ്പിച്ച് അവളെ പിറകെ പോകണമെന്നാണ് ഈ അമ്മമാര് പറയുന്നത്. എന്നിട്ട് ഈ അമ്മമാർക്ക് ഒരു അസുഖം വന്നാൽ ഇവൻ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന്. എങ്ങനെ തിരിഞ്ഞു നോക്കും? കുഞ്ഞിലെ മുതലേ സ്പൂൺ ഫീഡ് ചെയ്തല്ലേ ഇവരെ വളർത്തുന്നത്. അപ്പോൾ ഇവർക്ക് എന്താണ്, ഏതാണ്, എങ്ങനെ ചെയ്യണമെന്നൊന്നും ഇവർക്കറിയില്ല. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാൽ അതുപോലും ദേഷ്യം വന്നായിരിക്കും കൊണ്ട് തരുന്നത്. ഇതിൽ നിങ്ങളോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ എത്ര പേരുടെ ഭർത്താവ് ഒരു ഗ്ലാസ് വെള്ളം ദേഷ്യം ഇല്ലാതെ നിങ്ങൾക്ക് എടുത്തു തരാറുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് വയ്യാതെ കിടക്കുമ്പോൾ നിങ്ങളോട് വന്നിരുന്ന് സമാധാനമായി നിങ്ങളെ താലോലിക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾക്ക് വയ്യാതിരിക്കുമ്പോൾ ചുട്ടിയെടുത്ത്, അതായത് ലീവ് എടുത്ത് നിങ്ങളെ പരിപാലിക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്? നിങ്ങൾ പറയൂ. നിങ്ങളോടാണ് എൻ്റെ ഈ ചോദ്യം. നിങ്ങൾക്ക് നാളെ നിങ്ങൾ പ്രസവിച്ച് ഒരു ദിവസം നിങ്ങൾ പ്രസവിച്ച് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഇടാൻ അടിവസ്ത്രം സ്വന്തമായി ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥ സ്ത്രീകൾക്ക് വരാറുണ്ട്. അന്നേരം ഈ അടിവസ്ത്രം ഇട്ട് തരുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്? നിങ്ങളോടാണ് എൻ്റെ അടുത്ത് ചോദ്യം. അപ്പൊ നിങ്ങളെ തന്നെ ഇപ്പൊ ചിന്തിക്കും, അയ്യേ എന്റെ അടിവസ്ത്രം ഞാൻ എങ്ങനെയാണ് എന്റെ ഭർത്താവിനെ കൊണ്ട് ഇടിയിക്കുന്നത്? അതെന്താ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ തന്നെ ഇത്ര അറപ്പോടെ കാണുന്നത്? നമ്മൾ സ്ത്രീകൾ നമ്മളെ തന്നെ ഇങ്ങനെ അറപ്പോടെ കാണാമോ? ഇതാണ് നിങ്ങളുടെ അടുത്ത് എന്റെ ചോദ്യം. നമുക്ക് അത്രയുള്ള വിലയെ നിങ്ങളെല്ലാം മനസ്സിൽ വിചാരിക്കുന്നോളോ? അതെന്താ? സ്ത്രീക്ക് അടിവസ്ത്രം പുരുഷനിട്ട് തന്നാൽ ശരിയാവൂലേ? അവന് സ്ത്രീയോട് സെക്സിൽ ഏർപ്പെട്ട് കുഞ്ഞിനെ ഉണ്ടാക്കി തരാൻ പറ്റുമെങ്കിൽ അവനൊരു അടിവസ്ത്രം ഇട്ട് തന്നാൽ എന്താണ് പ്രശ്നം? ഇതൊക്കെയാണ് നിങ്ങളോട് എന്റെ ചോദ്യങ്ങൾ. അതുകൊണ്ട് മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗറായ നമ്മുടെ കുഞ്ഞാറ്റ മാറി ചിന്തിക്കേണ്ട അവസ്ഥയാണ്. നമ്മൾ അമ്മമാരെന്നും ചിന്തിക്കും, നമ്മളെന്നും ജീവിച്ചിരിക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടി. ഞാനും അങ്ങനെ തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത്. എൻ്റെ മോക്ക് ഞാൻ എന്നും കാണുമെന്ന്. പക്ഷേ നമ്മുടെ നാളെ എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഭർത്താവിനെ ആരുടെയും ഹെൽപ്പ് കൂടാതെ നമ്മളെ മക്കളെ നോക്കാനുള്ള ആവത് ഉണ്ടാക്കി നമ്മൾ തന്നെ എടുക്കണം. അല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോയാൽ ഈ ഭർത്താവ് നാളെ കൂടിപ്പോയ ഒരു 2 വർഷം കാത്തിരിക്കും കെട്ടാതെ. അത് കഴിഞ്ഞ് പോയി ഒരുത്തിനെ വിളിച്ചുകൊണ്ട് വരും, എന്റെ കൊച്ചിനെ നോക്കാനാണെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇവന്റെ അടിമപ്പണി എടുക്കാനാണ് ഇവൻ വേറെ കിട്ടുന്നത്. ഇതിൽ വളരെ അപൂർവം ആണുങ്ങൾ മാത്രമേ മക്കൾക്ക് വേണ്ടി കിട്ടാതെ ജീവിച്ചിരിക്കാറുള്ളൂ. അപ്പോൾ എന്റെ കെട്ടിയവൻ്റെ അടുത്തും ഞാൻ നല്ല വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എന്റെ കുട്ടിയെ നിങ്ങൾ തന്നെ നോക്കണം. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നിങ്ങൾ വേറെ വിവാഹം കഴിക്കരുത്. കാരണം എന്റെ കുട്ടിയോട് ഞാൻ പെർമിഷൻ ചോദിച്ചിട്ടല്ല എന്റെ കുട്ടീനെ ഈ ലോകത്ത് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരെയും റെസ്പോൺസിബിലിറ്റിയാണ് എന്റെ കുട്ടീനെ നോക്കാനുള്ളത്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എൻ്റെ മോളെ കുഞ്ഞുപോലെ നോക്കണം, അവളെ നല്ല മിടുക്കിയായിട്ട് വളർത്തണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആക്കണം, എഡ്യൂക്കേഷൻ കൊടുക്കണം, നല്ല ജോലി അവർക്ക് ശരിയാക്കി കൊടുക്കണം. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേറുള്ള സ്ത്രീകളുമായി ബന്ധം സ്ഥാപിക്കാം, പക്ഷേ വിവാഹം കഴിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഒരു ചിന്താഗതിയാണ് കേട്ടോ, ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ മനുഷ്യർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് സെക്സ് ഹോർമോൺസ് വന്നുകൊണ്ടിരിക്കും. നമ്മൾ അതിനനുസരിച്ച് നമുക്ക് സെക്സിനോട് ഏർപ്പെടാനുള്ള ആഗ്രഹം തോന്നും അല്ലേ? അപ്പൊ അതൊക്കെ നമുക്ക് നിഷേധിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഞാൻ ജീവിച്ച് ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ വേറെ സ്ത്രീകളുമായിട്ട് ബന്ധം പാടില്ലെന്ന് പറയാം ഒന്നും ഞാൻ അത്ര ദുഷ്ടയൊന്നുമില്ല. അദ്ദേഹത്തിന് ഇഷ്ടം പോലെ സ്ത്രീകളുമായിട്ട് ബന്ധം വയ്ക്കാം, പക്ഷേ എൻ്റെ കുട്ടിയെ നല്ലോണം നോക്കണം, വേറെ വിവാഹവും കഴിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ തീരുമാനം അതാണ്. പിന്നെ ബാക്കിയൊക്കെ അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. നമ്മൾ സ്ത്രീകൾ എപ്പോഴും പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. അതായത് നാളെയെ പറ്റിയും നമ്മൾ ചിന്തിച്ച് റെഡിയാക്കി എല്ലാം വെച്ചിരിക്കണം. അല്ലാതെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ചേഞ്ചിന് തയ്യാറായില്ല, നിങ്ങൾ ഒരു സ്റ്റെപ്പ് മാറി വെക്കാൻ തയ്യാറായില്ല, നിങ്ങൾ മാറി ചിന്തിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം അധോഗതിയാണ്. ഞാൻ ഇവിടെ പറയുന്നത് കുഞ്ഞാറ്റയുടെ ഭർത്താവിനെ കളഞ്ഞിട്ട് കുഞ്ഞാറ്റ പോകണമെന്നല്ല, അദ്ദേഹത്തിനെ കുറിച്ച് മാറ്റാൻ ശ്രമിക്കണം. അതെന്താ? അദ്ദേഹത്തിന് കുഞ്ഞാറ്റ ഈ കിടന്ന് സഫർ ചെയ്യുന്നത് കാണാൻ കഴിയുന്നില്ലേ? കൊച്ചുകുട്ടിയാണോ ഓരോന്ന് പറഞ്ഞ് ചെയ്യിക്കാനായിട്ട്? അറിഞ്ഞല്ലേ ചെയ്യേണ്ടത്? നാളെ ഇപ്പോൾ നമ്മളങ്ങ് ബെഡ്രിഡൻ ആയിപ്പോയി, നമുക്ക് സംസാരിക്കാനൊന്നും ആവതില്ലാതായിപ്പോ. അന്നേരം നമ്മൾ എങ്ങനെയാണ് ഇവരുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം ചെയ്യിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട്
കുഞ്ഞാറ്റ മാറി ചിന്തിച്ചാൽ ഇനിയും വന്നിരുന്ന് ഈ സോഷ്യൽ മീഡിയയുടെ മുമ്പേ ഇങ്ങനെ കരയേണ്ടി വരില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ തീരുമാനിച്ച ഒരു കാര്യമാണ്, എൻ്റെ ജീവിതം ഞാനൊരു ഭയങ്കര ഭാഗ്യവതിയാണ്. എനിക്ക് 100% എനിക്ക് കിട്ടിയ പങ്കാളി 100% ഓക്കെയാണ്, ഇണക്കുരുവകളെ പോലെ ജീവിക്കുന്ന ആൾക്കാരാണ് എന്നൊന്നും വരുത്തി തീർക്കാൻ ഞാൻ ശ്രമിക്കൂലെന്ന് സോഷ്യൽ മീഡിയയിൽ ഞാൻ കയറിയ സമയത്ത് തന്നെ ചിന്തിച്ച കാര്യമാണ്. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ഇടയിലുള്ള പല പ്രശ്നങ്ങളും ഞങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്തു പോയത്. ആ സോൾവ് ചെയ്യാനുള്ള മെന്റാലിറ്റി ഹസ്ബൻഡ് ആൻഡ് വൈഫിന് വേണം, അല്ലെങ്കിൽ നിങ്ങൾ ക്രൂശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ചിൽഡ്രൻ ബൈ ഗൈസ്.